ലോകരാജ്യങ്ങളെ ഒന്നാകെ വലിയ പിടിമുറുക്കത്തിലാക്കിയ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംയുക്ത യുദ്ധത്തിന് താൽക്കാലിക വിരാമം എന്നതിലുപരി പൂർണ്ണമായ യുദ്ധവിരാമമായിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ, ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും ഇത്രയും കാലം ആ ഒരു യുദ്ധത്തിൻ്റെ വലിയ രീതിയിലുള്ള പിടിമുറുക്കങ്ങളും വലിയ രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും ഒക്കെ എല്ലാ രാജ്യങ്ങൾക്കും ഏൽക്കേണ്ടി വന്നുവെങ്കിലും യുദ്ധത്തിനൊരു പര്യവസാനമായിരിക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇനിയും നടന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് വലിയ ആശ്ചര്യവും കൗതുകവുമൊക്കെ ഉണ്ടാക്കുന്നൊരു വാർത്ത കൂടിയാണ്. എന്തായാലും നാളെ ശനിയാഴ്ച മുതൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്കുള്ള വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇറാൻ ഭരണകൂടം നടത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ മരണപ്പെട്ട് 4 മാസങ്ങൾക്കിപ്പുറവും ഇപ്പോൾ മാത്രം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ കാര്യങ്ങൾ വന്നു, അതേപോലെ തന്നെ എവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി 28-ന് US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്രയ്ക്ക് രാജ്യചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരുക്കങ്ങളാണ് ഇറാൻ ഭരണകൂടം നടത്തുന്നത്. ഇറാനിലെയും ഇറാഖിലെയും 5 നഗരങ്ങളിലായി ആസൂത്രണം ചെയ്തിട്ടുള്ള വൻ ചടങ്ങുകൾക്കായി ഖമേനിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ടെഹ്റാനിൽ എത്തിച്ചു കഴിഞ്ഞു. ശനിയാഴ്ച നടക്കുന്ന വിലാപയാത്രയിൽ വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാറിന് പിന്നാലെയാണ് ഇറാൻ ഭരണകൂടം ഖമനേയിയുടെ അന്ത്യോപചാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതും. ഇറാന്റെ ദേശീയ പതാക പുതപ്പിച്ച ഖമനേയിയുടെ ശവമഞ്ചം ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ഗ്രാൻഡ് മൊസല്ലയിലേക്ക് കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ ഇറാനിലെ മാധ്യമങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും പുറത്തുവിട്ടിട്ടുണ്ട്. കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ വൻ ജനക്കൂട്ടവും ചുവന്ന പൂക്കളും വെളുത്ത ശലഭങ്ങളും നിറഞ്ഞ പശ്ചാത്തലത്തിൽ വെച്ചിരിക്കുന്ന ശവമഞ്ചവും മറ്റും ഈ ദൃശ്യങ്ങളിൽ ഉൾപ്പെടുന്നു. അടുത്ത ആഴ്ച ഖോമിലും മഷാദിലും വൻ വിലാപയാത്രകളും ഇറാഖിൽ പ്രത്യേക ചടങ്ങുകളും നടക്കും. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് മാറ്റിവെച്ച വിലാപയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ടെഹ്റാനിൽ ഇപ്പോൾ തിരക്കിട്ട് നടക്കുകയാണ്. ഭൗതിക ശരീരം 3 ദിവസം ഗ്രാൻഡ് മൊസല്ലയിൽ പൊതുദർശനത്തിന് വെക്കും. ഖമനേയിയുടെ ചിത്രങ്ങളും ഉദ്ധരണികളും അടങ്ങിയ ബാനറുകളാൽ അലങ്കൃതമാണ് ഗ്രാൻഡ് മൊസല്ല. ആക്രമണത്തിൽ ഖമനേയിക്കൊപ്പം കൊല്ലപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ മൃതദേഹങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും. അങ്ങനെ രാജ്യത്തെ ഏറ്റവും വലിയ ഔദ്യോഗിക വിലാപയാത്രയായി ഇത് മാറിയേക്കുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ കണക്ക് കൂട്ടുന്നത്. ടെഹ്റാനിലെ ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം ഇറാഖിലെ പുണ്യനഗരങ്ങളായ നജാഫിലേക്കും കർബലയിലേക്കും കൊണ്ടുപോകും. തുടർന്ന് ജൂലൈ 9-ന് വടക്ക് കിഴക്കൻ ഇറാനിലെ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ മഷാദിലെ ഇമാം റസ തീർത്ഥാടന കേന്ദ്രത്തിൽ ഖബറടക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ സയ്യദ് അത്ത ഹസൈനനും വിദേശകാര്യ സഹമന്ത്രി പബിത്ര മർഗരറ്റിയും ചടങ്ങിൽ പങ്കെടുക്കും. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട്. ചൈനയും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെ മറ്റ് അയൽ രാജ്യങ്ങളും തങ്ങളുടെ പ്രതിനിധികളെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ അയക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഷിയ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ആത്മീയ നേതാവായിരുന്നു 86-ാം വയസ്സിൽ കൊല്ലപ്പെട്ട ഖമനേയി. ഇറാന്റെ പുതിയ നേതാവായി അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമനേയി ചുമതലയേൽക്കുന്ന നിർണായകമായ ഒരു രാഷ്ട്രീയ ഘട്ടത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നതെന്നതും ഏറ്റവും പ്രധാനമാണ്. സത്യത്തിൽ ഖമനേയി മരിച്ച് 4 മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുന്നതെന്നത് ഇസ്ലാമിക ആചാരപ്രകാരം തികച്ചും അസാധാരണമായ ഒരു കാര്യമാണ്. US ഇസ്രായേൽ ആക്രമണങ്ങൾ രൂക്ഷമായിരുന്ന സാഹചര്യമാണ് ഈ കാലതാമസത്തിന് കാരണമായതെന്നാണ് അധികൃതരുടെ വിശദീകരണം. അദ്ദേഹത്തിന്റെ മൃതദേഹം താൽക്കാലികമായി ഖബറടക്കിയെന്നടക്കമുള്ള കിംവദന്തികൾ പരന്നിരുന്നുവെങ്കിലും മൃതദേഹം മതപരമായ നിയമങ്ങൾക്കനുസൃതമായി ശീതീകരിച്ച അറയിൽ അഥവാ ഒരു കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കുകയായിരുന്നുവെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. ഇസ്ലാം മതവിശ്വാസപ്രകാരം മൃതദേഹത്തിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള എംബാമിംഗ് അനുവദനീയമല്ലാത്തതിനാലാണ് മൃതദേഹം ഇത്രയും കാലം ശീതീകരിച്ച് സൂക്ഷിച്ചത്. അസാധാരണമായ സാഹചര്യങ്ങളിൽ ശവസംസ്കാരം വൈകിപ്പിക്കുന്നതിനും മൃതദേഹം തണുപ്പിച്ച് സൂക്ഷിക്കുന്നതിനും ഷിയ നിയമം അനുവാദം നൽകുന്നുണ്ട്. കൂടാതെ ഒരു പരമോന്നത നേതാവിനായി ഇത്തരം മതപരമായ ഇളവുകൾ നേടുക എളുപ്പവുമാണ്. ഇറാനിലെ ഫോറൻസിക് മോർച്ചറികൾ മാസങ്ങളോളം മൃതദേഹങ്ങൾ സൂക്ഷിക്കാറുണ്ട്. അതിനാൽ തന്നെ 4 മാസത്തെ ശീതീകരണം എന്നത് അത്ര അത്ഭുതകരമായ ഒന്നല്ല എന്നായിരുന്നു സംസ്കാര ചടങ്ങുകൾ വൈകിയതിനോട് കൗണ്ടർ ടെററിസം വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് ഒമർ ഫോക്സ് ന്യൂസ് ഡിജിറ്റലിനോട് മറുപടി പറഞ്ഞത്. ലോകമെമ്പാടുമുള്ള ഷിയ വിശ്വാസികൾക്ക് മേൽ അത്രയും വലിയ സ്വാധീനമുള്ള നേതാവിന്റെ വിയോഗം ഇറാന്റെ രാഷ്ട്രീയ സ്ഥിരതയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം രാജ്യത്ത് നിലനിൽക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അടിച്ചമർത്തലുകളും കാരണം സർക്കാരിനോടുള്ള ജനപിന്തുണ കുറഞ്ഞു വരുന്നതായാണ് സ്രോതസ്സുകൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധ സാഹചര്യങ്ങൾ കാരണം 4 മാസത്തോളം വൈകി നടക്കുന്ന ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാൻ ഭരണകൂടം ഒരു ജനകീയ ഹിതപരിശോധനയായിട്ട് കൂടിയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകളിലും വിലാപയാത്രകളിലും പങ്കെടുക്കണമെന്നാണ് ഇറാനിലെ നേതാക്കൾ
ജനങ്ങളോട് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നതും. രക്തസാക്ഷിയായ നേതാവിൻ്റെയും മറ്റ് രക്തസാക്ഷികളുടെയും വിലാപയാത്രയിൽ ജനങ്ങൾ വൻതോതിൽ പങ്കെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനുള്ള മറ്റൊരു ജനഹിത പരിശോധനയായിരിക്കുമെന്നാണ് ആയത്തുള്ള മുഹമ്മദ് സൈദി ഔദ്യോഗിക മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചത്. ഇറാനിലെ എല്ലാ ജനങ്ങളോടും നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ ഇസ്ലാമിക് ഇറാന്റെ ചരിത്രത്തിൽ ഒരു മഹത്തായ താളെഴുതാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതേസമയം രാഷ്ട്രത്തിന്റെ പ്രതികാരത്തിനായുള്ള വിളി ലോകമെമ്പാടും മുഴങ്ങണമെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറഞ്ഞത്. നിങ്ങളുടെ വലിയ സാന്നിധ്യം ഭീകരതയുടെയും അക്രമത്തിന്റെയും ഭീഷണിയുടെയും യുക്തിക്കുള്ള ശക്തമായ മറുപടിയായിരിക്കും. ഇറാൻ ജനത അവരുടെ സ്വാതന്ത്ര്യവും അന്തസ്സും സംരക്ഷിക്കുന്നതിൽ ഐക്യത്തോടെ നിലകൊള്ളുന്നു എന്ന വ്യക്തമായ സന്ദേശമായിരിക്കും ഇത് ലോകത്തിന് നൽകുകയെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. എന്തായാലും ഇറാന്റെ നഗരങ്ങളിൽ 1.5 മുതൽ 2 കോടി വരെ അനുയായികളെ അണിനിരത്താനാണ് ഇറാൻ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ഇതിനായി ഗതാഗതം, താമസം, ഭക്ഷണം എന്നിവയെല്ലാം ഭരണകൂടം ഒരുക്കുന്നുമുണ്ട്. ഖമനേയിയുടെ മരണവും മകൻ മുജ്തബ ഇറാന്റെ 3ാമത്തെ പരമോന്നത നേതാവായി അധികാരമേൽക്കുന്നതും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 47 വർഷത്തെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ നിമിഷമാണ്. പിതാവ് കൊല്ലപ്പെട്ട ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുജ്തബയെ യുദ്ധം തുടങ്ങിയ ശേഷം പിന്നീട് പൊതുപരിപാടികളിലും കണ്ടിട്ടില്ല. ജീവന് ഭീഷണിയുള്ളതിനാൽ അദ്ദേഹം പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഈ ചരിത്രപരമായ വിലാപയാത്രയെ ദേശീയ ഐക്യത്തിന്റെയും അതുപോലെ തന്നെ ദുഃഖത്തിന്റെയും ഒക്കെ നിമിഷമായി അവതരിപ്പിക്കാനാണ് ഇറാൻ ഭരണകൂടത്തിന്റെ ശ്രമം. ഔദ്യോഗിക പ്ലാനിംഗ് ബോഡി പങ്കുവച്ച വിലാപയാത്രയുടെ ചിഹ്നം ആയത്തുള്ള അലി ഖമനേയിയുടെ അടച്ചുപിടിച്ച മുഷ്ടിയും അതിനൊപ്പം നാം ഉണരണമെന്ന മുദ്രാവാക്യവുമാണ്. അതേസമയം ഇറാൻ വിപ്ലവത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ആയത്തുള്ള റൊഹുള്ള ഖമേനിയുടെ വൈകാരികമായ അവസാന വിലാപയാത്രയിൽ നിന്ന് വ്യത്യസ്തമാണ് നിലവിലെ ടെഹ്റാനിലെ അവസ്ഥ. അന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് കരഞ്ഞുകൊണ്ട് ഖമേനിയുടെ വിലാപയാത്രയെ പൊതിഞ്ഞത്. ചിലർ ആംബുലൻസിന് മുകളിൽ കയറുകയും നിലവിളിക്കുകയും മൃതദേഹത്തെ കെട്ടിപ്പിടിക്കുകയും അങ്ങനെയുള്ള വളരെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് അന്ന് ജനം സാക്ഷ്യം വഹിച്ചത്. ഒടുവിൽ ഈ ശവക്കച്ചുക്കുള്ളിൽ നിന്ന് ഈ ഒരു മൃതദേഹത്തിലെ കാലുകൾ വരെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ അന്ന് റവല്യൂഷണറി ഗാർഡുകൾക്ക് ഏറെ പാടുപെടേണ്ടിയും വന്നിരുന്നു. എന്തായാലും അന്നത്തെ സാഹചര്യങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഇറാൻ ഇപ്പോൾ പിരിമുറുക്കം നിറഞ്ഞതാണെങ്കിലും തികച്ചും ശാന്തമായിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ മരണപ്പെട്ട് ഇത്രയും മാസങ്ങൾക്കിപ്പുറം നടക്കുന്ന സംസ്കാര ചടങ്ങുകളായതിനാൽ തന്നെ സ്വാഭാവികമായി ജനങ്ങളുടെ വൈകാരികത കുറയാനും സാധ്യതയുണ്ട്.